ഹലോ ഹലോ, എവിടെയാണ്? ഞാൻ തന്ന കത്ത് വായിച്ച? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഞാനിപ്പോൾ വീട്ടിലെത്തി. ഞാൻ വായിച്ചു നോക്കിയിട്ട് മറുപടി തരാട്ടാ. വെച്ചോ. അയ്യോ, പ്രവിച്ചേട്ടൻ എത്തിയാ? എന്തേടി? 1-2 സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അതെ, എന്നാ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. വേണ്ട, അച്ഛൻ പുറത്തു കൊണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛനെ കൊണ്ട് മേടിപ്പിക്കാൻ. കത്തി വിളങ്ങനെ കണ്ട പുലിവാലാവോലോ. എവിടെ ഒന്ന് വെക്ക. കുറച്ച് വെള്ളം തന്നേരു ചേച്ചേ. പ്രവിച്ചേട്ടാ, എന്നാ വെള്ളം. അച്ഛാ, പുറത്തു പോകുമ്പോ കടയിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടാ. ആ മോളെ, പാളിയല അച്ഛനാ ഷർട്ടന്നെ ഇട്ടല്ല. ആ, നീ വന്നാ? സാധനങ്ങൾ വാങ്ങാൻ കാശെന്ന്. എന്ത് ചെയ്യും മോളെ? കടയിൽ നിന്ന് എന്ത് വാങ്ങണ്ട? എന്ത് എന്താണ്? എന്താണാവോ? പണി പാടി നോക്കട്ടെ അച്ഛാ. എന്റെ എത്രയും പ്രിയപ്പെട്ട ചേട്ടന് ഇങ്ങട് താന്ന് മോള് ഇതൊന്ന് വായിച്ചേ. ആ, തീരുമാനായി. എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട ചേട്ടന്. എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. കണ്ണടച്ചാൽ ചേട്ടൻ്റെ മുഖം ഓർമ്മ വരും. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ചേട്ടാ. ഏത് സമയത്തും ചേട്ടനെ കാണാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. ചേട്ടൻ്റെ വരവും കാത്ത് ഞാൻ റോഡരിയിൽ കാത്തു നിൽക്കും. ആടി, നീ അവിടെ കാത്തു നിക്ക്, നീ വായിക്ക്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ചേട്ടനു മാത്രമായി ഒരിടം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഭാഗ്യം, എന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അവിടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ പോലെ സോളമനും സോഫിയുമായി നമുക്ക് ജീവിക്കാം. ദൈവമേ, പവനായി ഇന്ന് ശവമാവോലോ. ചേട്ടൻ്റെ ഒരു മറുപടിക്കായി ഞാൻ കാതോർക്കുന്നു. കരിപുരണ്ട വിളക്കിൻ്റെ ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ ചേട്ടനായി കാത്തിരിക്കും. ഇരിക്കടേ, നീ ഇരിക്കി എന്ന് ചേട്ടൻ്റെ സ്വന്തം. അല്ലെങ്കിൽ വേണ്ട, ചേട്ടൻ എന്നെ എന്തോ മനപ്പേരിട്ടാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. നിർത്തുന്നു. എൻ്റെ ചേട്ടന് 1000. ആഹാ, ഉമ്മാലേ. അച്ഛൻ ആള് കൊള്ളാല. ഈ നിലാവ് പോലുള്ള എന്റെ അമ്മനെ ചതിക്കാൻ എങ്ങനെ തോന്നി അച്ഛാ? ചതിച്ചെന്നാ നീനെ? ഇതെന്റെതൊന്നും അല്ലാട്ടാ. അതിപ്പോ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ദൈവോട് ഇതിപ്പോ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഇതെന്ത് കഷ്ടകാലം നോക്ക്. ഈ പണ്ടാറ് എന്റെ പോക്കറ്റിൽ എങ്ങനെ വന്ന്? വെറുതെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പോണത്. അവള് കാത്തി നിക്കല്ലേ. എന്നാലച്ഛാ, അച്ഛനിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു സ്വഭാവം പ്രതീക്ഷിച്ചില്ല. മോളെ, അച്ഛനറിയില്ല ഇത് എവിടെ നിന്ന് വന്നേന്ന്. ആ, ദേ ആരാ വിളിക്കണ്? ഇങ്ങോട്ട് വരാ, ഞാൻ എടുക്കാം. ഹലോ ഹലോ സാർ. ആ, സാറല്ല. സോറി മാം, ഞാൻ സാന്ത്വനം മാട്രിമോണിയിൽ നിന്നാണ്. സാമ്പനോ? അതെ മാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് പിന്നീട് ഒരു ജീവിത പങ്കാളി വേണമെന്ന് തോന്നിയാൽ അവർക്ക് ഞങ്ങളൊരു വഴിയേട്ടിയാണ്. അത് ശരി. എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായിട്ടുള്ളൂ മാം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ പോലെ സോളമനും സോഫി അവൻ കാത്തിരിക്കാണ്. നീ ഹലോ, എന്താ മാം? നിന്റെ മാം, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായ? ഇല്ല. നിന്റെ സോളമന്റെ ഭാര്യണ്ടേ. ഹലോ ഹലോ, അവള് കാണാതായപ്പോ വിളിച്ചിരിക്കണേ. ഹോ, ഈ വയസ്സുകാലത്ത് നാണക്കേട്. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ഒന്ന്. എന്ത് നിർത്താൻ? അതിന് തുടങ്ങിയിട്ട് വേണ്ടേ നിർത്താൻ? അത് ശരി, നിങ്ങ തുടങ്ങാൻ പോണുള്ളല്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. വേണ്ടെന്ന് വിചാരിക്കുമ്പോ അച്ഛാ, ഇതിലും വലുതെന്തോ വരാനിരുന്നാണ്. ഇത്രയും പറ്റുള്ളൂ ഒന്ന് സമാധാനിക്ക.